എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രമുഖ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് മിസ്റ്റർ കൃഷ്ണദാസാണ്. നമസ്കാരം സാർ. ഓഹരി വിപണിയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 12 മുതൽ 15% വരെ റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരു ശരാശരി മലയാളി തൻ്റെ നിക്ഷേപത്തിൽ ഏത് തരത്തിലുള്ള മിക്സിംഗ് ആണ് നടത്തേണ്ടത്? അത് ഇക്വിറ്റി ഉണ്ട്, കടപ്പത്രമുണ്ട്, ഗോൾഡ്. ഇതിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇപ്പോൾ ഈ കൊല്ലം മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം ഈ സ്വപ്നം കണ്ടിട്ട് ഇക്വിറ്റീസിലൊക്കെ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് ഇക്വിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് കൂടുതൽ. കാരണം അതിന് മുമ്പത്തെ 3 കൊല്ലം ഇക്വിറ്റീസിലോട്ട് ആൾക്കാരെ കൊണ്ടുവന്നു. കാരണം ഇക്വിറ്റീസിൻ്റെ വർഷങ്ങളായിരുന്നു 2022 തൊട്ട് 2024 വരെ. അപ്പോൾ പർട്ടിക്കുലർലി സ്മാൾ ക്യാപ്പിലൊക്കെ 20-25% കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അതിൽ തന്നെ നിന്നു. കാരണം ഡെറ്റില്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല, ഇക്വിറ്റി മാത്രം. ഇതായിരുന്നു മിക്കവരുടെയും പോർട്ട്ഫോളിയോസ്. പർട്ടിക്കുലർലി ഇവരൊക്കെ തുടങ്ങിയത് തന്നെ 2020 കോവിഡ് ടൈമിൽ. അപ്പോൾ എല്ലാവരും സിസ്റ്റം ഉണ്ടായിരുന്നു, എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയിരുന്നു, എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും അതിമോഹവും ഉണ്ടായിരുന്നു. 12-15 അല്ല, ഡബിളാക്കണം, 3 കൊല്ലത്തിൽ ഡബിൾ, 2 കൊല്ലത്തിൽ ഡബിൾ. ഈ സ്വപ്നം കണ്ടുകൊണ്ട് വന്നവർക്ക് അത്യാവശ്യം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റി. അത് എന്തുകൊണ്ട് പറ്റിയെന്ന് വെച്ചാൽ, പർട്ടിക്കുലർലി കോവിഡിൽ മാർക്കറ്റ് വീണെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ബൗൺസായി 6-7 മാസത്തിൽ തന്നെ പഴയ പീക്കൊക്കെ ടച്ച് ചെയ്ത് അങ്ങ് പോയി. പർട്ടിക്കുലർലി സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും 20 അല്ലെങ്കിൽ അതിൽ കൂടുതലും ശതമാനം റിട്ടേൺസ് ഒക്കെ തന്നുകൊണ്ടിരുന്നു. ഈ പ്രതീക്ഷ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എക്കാലത്തും ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും ഇക്വിറ്റിയിലായിരുന്നു. ഇക്വിറ്റിയിൽ മാത്രം ഉണ്ടായിട്ട് അസറ്റ് അലൊക്കേഷൻ, അതായത് വീതിച്ച് വേറെ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്കൊക്കെ അത്യാവശ്യം നല്ല അടി കിട്ടിയിട്ടുണ്ട് 2025. അത് തന്നെ ആയിരിക്കും ആ തെറ്റ് പിന്നെയും ആവർത്തിക്കുവാണെങ്കിൽ 2026. 26 ഒരു പക്ഷേ ഈ 12-15% സാധ്യത ഉണ്ടായേക്കാം. പക്ഷേ അതിന് ഇക്വിറ്റി മാത്രം ഉണ്ടായാൽ പറ്റത്തില്ല. അത്യാവശ്യം ഗോൾഡ് കാണണം പോർട്ട്ഫോളിയോയിൽ, സിൽവർ കാണണം, അതുപോലെ ഗ്ലോബൽ ഇക്വിറ്റീസും വേണം. ഗ്ലോബൽ ഇക്വിറ്റീസ് അത്യാവശ്യം ആൾക്കാർക്ക് അവയർനെസ് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം അതുപോലെ കഴിഞ്ഞ മാസം പർട്ടിക്കുലർലി അത്യാവശ്യം നല്ല ലെവലിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലും ഈ 12-15% ഭൂരിഭാഗം റിട്ടേൺസ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം റിട്ടേൺസ് വരാൻ പോകുന്നത് ഗോൾഡ്, സിൽവർ, ഗ്ലോബൽ ഇക്വിറ്റീസ് വഴിയായിരിക്കും. ഇന്ത്യൻ ഇക്വിറ്റീസ് പറയാറായിട്ടില്ല. ഈ കൊല്ലം മുഴുവനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 6-7 മാസത്തേക്കെങ്കിലും ഇന്ത്യൻ ഇക്വിറ്റീസ് ലഗ്ഗിഷ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ചില സ്മോൾ ക്യാപ് ഫണ്ടുകൾ നല്ല മുന്നേറ്റം നടത്തുന്നുണ്ടല്ലോ. ഈ സമയത്ത് സ്മോൾ ക്യാപ് ലാഭം നമ്മളിപ്പോൾ ബുക്ക് ചെയ്യണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സ്മോൾ ക്യാപ്പിൻ്റെ ലാഭം ഏതാണ്ട് സെപ്റ്റംബർ 24 വരെ ഉള്ളായിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഗെയിൻസ് മേ ബി അതിന് 3 കൊല്ലത്തിനോ 5 കൊല്ലത്തിനോ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത്യാവശ്യം ഗെയിൻസ് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മിക്കവരും മൈനസിലാണ്. കഴിഞ്ഞ വർഷത്തെ സ്മാൾ ക്യാപ്പിൻ്റെ റിട്ടേൺ 2025 സ്മാൾ ക്യാപ്പിൻ്റെ റിട്ടേൺ ഇൻഡെക്സിൻ്റെ -9% ആയിരുന്നു. സോ ഓബ്വിയസ്ലി 2025 നെഗറ്റീവ് റിട്ടേൺ ആയിരുന്നു. ഇക്കൊല്ലവും ഇതുവരെ നിഫ്റ്റി ഉൾപ്പെടെ എല്ലാ ഇൻഡീസസും നെഗറ്റീവാണ് ജനുവരിയിൽ. സോ ആൾറെഡി ബുക്ക് ചെയ്ത ഗെയിൻസ് ബുക്ക് ചെയ്യണമായിരുന്നെങ്കിൽ അതിൻ്റെ സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. കാരണം അതിൽ നിന്ന് ഒരുപാട് ഗെയിൻസ് എറോഡായി. ആ ഗെയിൻസ് അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വലിയ മാറ്റം നടത്തുന്നതിനേക്കാളും നല്ലത് സ്മാൾ ക്യാപ്പ് സെപ്പറേറ്റ് ആയിട്ട് നോക്കാതെ സ്മാൾ ക്യാപ്പിൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിന് കവിഞ്ഞിട്ടുള്ള എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ട സമയമായി. കാരണം മാർക്കറ്റ് ക്യാപ്സിൽ നോക്കുവാണെങ്കിൽ ഇക്കൊല്ലത്ത് പോലും മേ ബി ലാർജ് ക്യാപ്സ് ആയിരിക്കും കത്തി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് ഇക്കൊല്ലം പോലും വലിയ റിവൈവൽ കാണത്തില്ല. ഇത് നമ്മുടെ ഇക്വിറ്റിയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഒരു 10-15% വരെ ഗോൾഡിലും സിൽവറിലും വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ സിൽവർ മേ ബി 5%, ഗോൾഡ് 10%, പിന്നെ ഒരു 10-15% വരെ ഗ്ലോബൽ ഇക്വിറ്റീസിലും ആവാം. പിന്നെ ഡെറ്റുമുണ്ട്. നമ്മുടെ യൂഷ്വൽ തമ്പ് റൂളാണ് ഏജ് -100 ഏജ് എന്താണോ അത് ഇക്വിറ്റിയിലാവണം. ആ ഇക്വിറ്റിയിൽ സോ അത് 70 ആണെങ്കിൽ മേ ബി 30 വയസ്സുള്ള ഒരാൾക്ക് 70% ആണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ 70ൽ അറ്റ്ലീസ്റ്റ് 10-15% മിനിമം ഗ്ലോബൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
ഗ്ലോബൽ ഇക്വിറ്റീസിലും വേറെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. 2024 വരെ, അത്യാവശ്യം 2025 വരെ ഗ്ലോബൽ ഇക്വിറ്റീസ് എന്ന് പറയുമ്പം എല്ലാവരും നോക്കിയിരുന്നത് US മാത്രമാണ്. ആൻഡ് US-ലും ഉള്ള ടെക് സ്റ്റോക്സ്, അതിൻ്റെ മറ്റേ ലാർജ് ഫാങ് സ്റ്റോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഗ് 7 എന്ന് പറയാം, ഇതിൻ്റെ റിട്ടേൺസ് ആണ് കൂടുതലും നമ്മൾ US-ൻ്റെ ഓവറോൾ ഇൻഡെക്സ് റിട്ടേൺസിൽ കാണുന്നത്. അതിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം US-ൻ്റെ കൊല്ലമായിരിക്കില്ല. എമർജിങ് മാർക്കറ്റ്സ്, പർട്ടിക്കുലർലി ചൈന, കൊറിയ കഴിഞ്ഞ കൊല്ലം ആൾമോസ്റ്റ് 75% റിട്ടേൺ കൊടുത്ത് കഴിഞ്ഞ കൊല്ലം മാത്രം. ഇക്കൊല്ലവും ഇതുവരെ മാത്രം ജനുവരിയിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള 27 ദിവസം, അതിൽ വർക്കിംഗ് ഡേ അതിൻ്റെ 2 കാണത്തുള്ളൂ, അതിൽ തന്നെ 21% കയറിയിട്ടുണ്ട്. സോ അത്യാവശ്യം ഇത് US നോൺ US പോർട്ട്ഫോളിയോ ആയിരിക്കണം നിങ്ങളുടെ ഗ്ലോബൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോ. അതുപോലെ ഡയറക്റ്റ് ഫണ്ട്, റെഗുലർ ഫണ്ടും ഉണ്ടല്ലോ, ഇതിലേതാണ് നല്ലത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് ആണെങ്കിൽ ഡയറക്റ്റ് ഫണ്ടാണ് നല്ലത്. മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് അല്ലെങ്കിൽ റെഗുലറാണ് നല്ലത്. സോ എക്സ്പേർട്ട് എത്ര പേരുണ്ട്? എക്സ്പേർട്ട് എന്ന് നമ്മൾ നോർമലി ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയിലുള്ളവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർ. ഈ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളെന്ന് തീരുമാനിക്കേണ്ടത് സ്വയമല്ല, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറയും ഞാൻ എക്സ്പേർട്ടാണെന്ന്. അങ്ങനെ പറയാനാണ് എല്ലാവർക്കും ആഗ്രഹം. ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം ഇത് നമ്മൾ നോർമലി ഒരു സ്പോർട്ടിൻ്റെ എക്സ്പേർട്ടോ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ എക്സ്പേർട്ടോ അങ്ങനെ ആവുന്ന പോലെ അല്ല ഇത് എക്സ്പേർട്ട്. ഇത് ഫിനാൻസ് ഇസ് എ നെവർ സ്റ്റോപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ദ നീഡ് ഓഫ് സ്റ്റഡി ഓർ നീഡ് ഓഫ് റിസർച്ച് ഇസ് സംതിങ് വിച്ച് ഇസ് നോൺ സ്റ്റോപ്പ് ആൻഡ് ഇറ്റ് ഗോസ് ഫോർ എവർ. ആൻഡ് ജനിക്കുമ്പോൾ ഈവൻ വാറൻ ബഫറ്റ് വിൽ probably till his last day he will always admit I know less than what I supposed to know or what I can know. അതാണ് ഈ ഇൻഡസ്ട്രി. അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ പർട്ടിക്കുലർ അഗെയിൻ 2020 വരുവാണ്. 2020 ദ സോ കാൾഡ് സെവറൽ എക്സ്പേർട്സ് വർ ബോൺ ആൻഡ് ഇപ്പം ദേ ഹവ് കംപ്ലീറ്റഡ് 5 years ആൻഡ് ദേ ക്ലെയിം ദംസെൽഫ് ടു ബി എക്സ്പേർട്സ്. ആൻഡ് അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള വേറെ ഒരു കാറ്റഗറി ഉണ്ട്, ദ സോ കാൾഡ് ഫിൻഫ്ലുവൻസേഴ്സ്, ഗൂഗിൾ വഴി എക്സ്പേർട്ടായവർ. സോ ഇവർ രണ്ടുപേരുമാണ് ഈ ഡയറക്റ്റ് സ്കീംസിൻ്റെ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, സോ എന്ത് സംഭവിക്കും, അത് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് എന്ന് നോക്കിയാൽ 2025 ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഇവരൊക്കെ സ്മാൾ ക്യാപ്പിൻ്റെ ആൾക്കാരായിരുന്നു. കാരണം അതിൻ്റെ 3 കൊല്ലം മുമ്പ് നോക്കുവാണെങ്കിൽ സ്മാൾ ക്യാപ്പിൻ്റെ വർഷങ്ങളായിരുന്നു. ഇവരൊക്കെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവരുടെ റിട്ടേൺസ് അവരുടെ കാലിൻ്റെ അടിയിൽ കൂടെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അവരെപ്പോഴും സ്മാൾ ക്യാപ്പിലാണ്. മേ ബി പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ മേ ബി ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്, അടുത്ത് ഇതുപോലെ ഇനിയൊരു തെറ്റ് സംഭവിക്കുമോ എന്ന് ഡയറക്ഷൻ ഇല്ലാതെ നിൽക്കുന്നവരാണ് ഇത് സോ കാൾഡ് ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ്. സോ എക്സ്പേർട്ട് അഡ്വൈസ്, അതായത് എവിടാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ കാശ് ഉണ്ടാക്കുന്നത്? യു വർക്ക് ഹാർഡ് ആർ യു വർക്ക് സ്മാർട്ട്, മേക്ക് ദിസ് മണി. വൈ ഡു യു മേക്ക് ദിസ് മണി? ടു ക്രിയേറ്റ് വെൽത്ത് ഫോർ യു ടു ലിവ് ആൻഡ് യു പുട്ട് സോ മച്ച് എഫേർട്ട് ടു ക്രിയേറ്റ് മണി. ആ കാശിനെ എങ്ങനെ വർദ്ധിക്കണമെന്ന് അറിയാൻ അതിന് വേറെ എല്ലാത്തിനും എക്സ്പേർട്ടിന് പോകുന്നുണ്ട്. യു ഗോ ടു എ സലൂൺ ഫോർ യുവർ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, യു ഗോ ടു എ ഡോക്ടർ ഫോർ യുവർ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നു ഡോക്ടറുടെ അടുത്ത് മാത്രമേ നിങ്ങൾ മേ ബി യുവർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ യു തിങ്ക് പാരസിറ്റമോൾ വാങ്ങിക്കുന്ന പോലെ ഹാർട്ട് ഡിസീസ് വന്നാൽ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. സെയിം ഇസ് ദിസ്. സോ അവിടെ നമ്മൾ ഒരു പനിക്ക് പാരസിറ്റമോൾ ഡോളോ 650 വാങ്ങിക്കുവാണെങ്കിൽ, ഇവിടെ ഫോർ യുവർ FD യു ഡോണ്ട് നീഡ് എ പ്രിസ്ക്രിപ്ഷൻ. യു ഗോ ടു എ ബാങ്ക് ആൻഡ് ഇൻവെസ്റ്റ്. യു പ്രോബബ്ലി ഡോണ്ട് നീഡ് മച്ച് ഓഫ് എൻ അഡ്വൈസ്. സോ ഇവിടെ പനി FD ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ, വേറെ എല്ലാം ഹാർട്ട് ഡിസീസാണ്. യു ടേക്ക് എനി അതർ പ്രോഡക്റ്റ് വിച്ച് ഡസൻ ഹാവ് എ ഫിക്സ്ഡ് റിട്ടേൺ, ഇൻക്ലൂഡിങ് എ ബോണ്ട് വിച്ച് ഹാസ് എ ഫിക്സ്ഡ് റിട്ടേൺ, ഈസ് നോട്ട് എ ഫീവർ, ഇറ്റ് ഈസ് എ ഹാർട്ട് ഡിസീസ്. അത്രയും സീരിയസ് ആണ്. വൈ? ഈവൻ മോർ അപ്ലിക്കബിൾ ദാൻ ഇക്വിറ്റി. കാരണം ബോണ്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അതിനൊരു ഫിക്സഡ് റിട്ടേൺ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ മെച്യൂരിറ്റി തീരുന്നവർ വരും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ പോകുന്നത്. ആൻഡ് കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് 12%, 13% ബോണ്ട്സ് ഭയങ്കര പോപ്പുലറാണ്. ഇതിൽ 1-2 തട്ടിപ്പായി കാശ് കിട്ടാതെ, ക്യാപിറ്റൽ ഇല്ല, ഇതുപോലും തിരിച്ചു വരാതെ ആൾറെഡി സഫർ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പോഴും ഈ 12% ബോണ്ട്സ് കത്തി നിൽക്കുന്നുണ്ട്. ഞാൻ ഇക്വിറ്റിയെക്കാളും ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്, ഇക്വിറ്റിയിൽ ആൾക്കാർക്ക് അറിയാം മാർക്കറ്റ് ഒന്ന് ഇടിയുമ്പോൾ ക്യാപിറ്റൽ കുറയാം, ഒരു 20% നെഗറ്റീവ് റിട്ടേണിലൊക്കെ പോകാമെന്നുള്ള അത്യാവശ്യം അത്രയെങ്കിലും അറിയാം. ബോണ്ടിൽ പ്രതീക്ഷ അതല്ല.
എൻ്റെ ക്യാപിറ്റൽ എവിടെ നിൽക്കും, അത് കൂടാതെ എനിക്ക് 12% റിട്ടേൺ വരും എന്നുള്ളതാണ്. ഇക്വിറ്റിയിൽ ക്യാപിറ്റൽ റിസ്ക് ഇല്ല, ഇറ്റ്സ് ഓൺലി മാർക്കറ്റ് റിസ്ക്. യുവർ മണി വിൽ നോട്ട് ബിക്കം സീറോ ദാറ്റ് ഈസിലി ഇഫ് യു ആർ ഇൻ ദ പ്രോപ്പർ, ഇറ്റ് കനോട്ട് ബിക്കം സീറോ യു ആർ ഇൻ എ പോർട്ട്ഫോളിയോ. പക്ഷേ ഹിയർ നിങ്ങളുടെ ക്യാപിറ്റൽ സീറോ ആവാം. യു മേ നോട്ട് ഗെറ്റ് എ ക്യാപിറ്റൽ, നോട്ട് ഓൺലി നോട്ട് ഗെറ്റ് ദി റിട്ടേൺ, ക്യാപിറ്റലും വരാതെ പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പർട്ടിക്കുലർലി വെൻ യു ഗോ ഫോർ എ 12% ബോണ്ട് വിച്ച് വിൽ മോസ്റ്റ്ലി ബി എ സിംഗിൾ എ റേറ്റഡ് ഓർ എ ട്രിപ്പിൾ ബി റേറ്റഡ് ലോ ക്വാളിറ്റി ബോണ്ട്. സോ അഗെയിൻ ഞാൻ പറയുകയാണ്, ഇഫ് യു നൗ അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഹാർട്ട് ഡിസീസിനും കിഡ്നിക്കും എല്ലാം നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പാരസിറ്റമോൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെയും അതാണ് സംഭവം. ഇതിന് എക്സ്പേർട്ട് വേണ്ടി വരും, ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. അതുപോലെ തന്നെ വിപണിയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റൊഴിവാക്കുന്ന ഒരു രീതി, അതൊരു നല്ല പ്രവണതയാണോ? അതിനോടൊപ്പം തന്നെ എക്സിറ്റിലോടും ടാക്സ് ബാധ്യതയെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം റിസർച്ച് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ടല്ല, മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് ഫണ്ടിനെ ചൂസ് ചെയ്യുന്നത്. ഈ കറക്റ്റ് ഫണ്ടിനെ വേണ്ട അസറ്റ് അലൊക്കേഷൻ അനുസരിച്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ടിനെ മാറ്റേണ്ട ആവശ്യം എപ്പോഴാണെന്ന് വെച്ചാൽ, ആ ഫണ്ട് ഒരു 2-3 കൊല്ലം കൺസിസ്റ്റൻ്റ്ലി, നോട്ട് ഈവൻ 2-3 ഇയേഴ്സ്, അറ്റ്ലീസ്റ്റ് 1-1.5 ഇയേഴ്സ് കൺസിസ്റ്റൻ്റ്ലി അണ്ടർ പെർഫോം ചെയ്യുവാണെങ്കിൽ ആൻഡ് much below benchmark performance ആണെങ്കിൽ, that is the time you can take a call based on the funds performance in the category. It should not be based on the funds performance in a bad market. Bad equity market, every fund will perform badly. അതാണ് അതിൻ്റെ സത്യം. അതാണ് ബെസ്റ്റ് ഫണ്ട് പോലും cannot super perform when your indices are down 10%. It's not possible. So അതാണ്. പക്ഷേ ആൾക്കാർ എക്സിറ്റ് ചെയ്യുന്നത് കൂടുതലും ഫണ്ട് മോശമാണെന്നല്ല, മാർക്കറ്റ് മോശമാകുന്ന സമയത്താണ്. സോ ബാഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ആൻഡ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം 10-20 കൊല്ലം എടുക്കുമെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പടുകുഴിയിൽ നിങ്ങൾ ചവിട്ടാതെ ബോൾഡ് വരാൻ പറ്റില്ല. യു വിൽ നോട്ട് ക്രിയേറ്റ് വെൽത്ത്. അതായത് വീഴ്ചയില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ്സിൽ നിങ്ങൾ 15% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, the entire world will invest 100% in equity, right? That is not the truth. So there is risk, you have to pass through that risk, എന്നാലേ you can create wealth. അത് അതിൻ്റെ സത്യമാണ്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് സംഭവിക്കും എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന സ്ഥിതിക്ക് കറക്റ്റായിട്ടുള്ള ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് കാരണം ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സിറ്റ് ലോഡിൻ്റെ കാര്യത്തിൽ ഇത് there is something as a SEBI information or SEBI guidelines, but അന്ന് പറഞ്ഞ് എല്ലാ ഫണ്ടിനും എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യണമെന്നുള്ള നിർബന്ധം ഒരു AMCക്കും ഇല്ല. ചില AMCയിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് എടുക്കാം. ഫ്ലെക്സി ക്യാപ്പിൽ മോസ്റ്റ് എക്സിറ്റ് ലോഡ് ഉള്ളവർക്കൊക്കെ കൂടുതലും ഫണ്ട്സിന് അപ് ടു 1 ഇയർ എക്സിറ്റ് ലോഡ് ഉണ്ട്, 1%. പക്ഷേ ഇതിൽ എക്സിറ്റ് ലോഡ് ഇല്ലാത്ത ഫണ്ട്സും ഉണ്ട്. ചിലർക്ക് 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ലോഡ് കാണത്തില്ല. ഇങ്ങനെ അത് ഫണ്ട് ഹൗസ് ഡിസൈഡ് ചെയ്യുന്നതാണ്. Based on sales, based on opportunity, the fund can decide the call whether they can have an exit load or not. പക്ഷേ ഉണ്ടാവുന്ന ഇടത്തൊക്കെ നോക്കുകയാണെങ്കിൽ, പർട്ടിക്കുലർലി നമ്മൾ ഇക്വിറ്റി ഫണ്ട്സിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഇക്വിറ്റി ഫണ്ട്സിലാണ് കൂടുതൽ സ്മാൾ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഇക്വിറ്റി ഫണ്ട്സിൽ കൂടുതലും 1 ഇയർ വരെ എക്സിറ്റ് ലോഡ് ഉണ്ട്. ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യമേ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിനിമം 5 ഇയേഴ്സിനാണ്. നമ്മൾ ട്രേഡിങ്ങിനല്ല ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ വരുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 5 ഇയേഴ്സിന്. ഇത് 1 ഇയർ വരെ ഉള്ളൂ എക്സിറ്റ് ലോഡ്. നിങ്ങളുടെ ഉദ്ദേശം 5 ഇയേഴ്സ്. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് എക്സിറ്റ് ലോഡിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഓറിയണ്ടേ, അല്ലേ? സോ ആൻഡ് മോസ്റ്റ്ലി നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള ഫണ്ടിനെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇയറിനകം എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. സോ ഈ എക്സിറ്റ് ലോഡ് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒത്തിരി ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ പീപ്പിൾ ഇത് ട്രേഡിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. മീൻസ് ഒരു 2-3 മാസത്തിന് നല്ല റിട്ടേൺസ് വരുവാണെങ്കിൽ, ഒരു ഇടിച്ചു കയറി ഒരു മാർക്കറ്റ് ഇടിയുവാണെങ്കിൽ, സേ ഒരു 30% റിട്ടേൺ ആണ്, പെട്ടെന്ന് മാർക്കറ്റ് 10% വീണു. സോ അപ്പോൾ ഇവരെന്ത് വിചാരിക്കും, 30-20 ഉണ്ടല്ലോ, അതെടുത്തിട്ട് പുറത്ത് വന്നേക്കാമെന്ന്. പിന്നെ ഫാളിംഗ് മാർക്കറ്റ് ഒരുപാട് പേര് പുറത്ത് വരാൻ നോക്കും. ഒരുപാട് പേര് പുറത്ത് വരുമ്പോൾ ഓരോ ഫണ്ടിനും നോർമലി ഒരു 4-5% കൂടുതൽ ക്യാഷ് ഉണ്ടാവില്ല. അവർ റിഡംഷൻ വരുമ്പോൾ ഫസ്റ്റ് ഈ ക്യാഷിൽ നിന്നാണ് എടുത്ത് റിഡംഷന് കൊടുക്കുന്നത്.
അത് 5% കൂടുതൽ കാണത്തില്ല. പക്ഷേ ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എക്സിറ്റ് ലോഡ്സ് മേ ബി 10%, 15% ലെവലിൽ പോവുകയാണെങ്കിൽ ഇൻ ദ ഫാർമിംഗ് മാർക്കറ്റ് ദ ഫണ്ട് മാനേജർ വിൽ ഹാവ് ടു സെൽ ഷെയർസ് അറ്റ് എ ലോസ് ആൻഡ് സെറ്റിൽ ദിസ് ഇൻവെസ്റ്റർ, വിച്ച് ഓൾസോ അഫക്ട്സ് ദി എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ഹു ഇസ് നോട്ട് എക്സിറ്റിംഗ്. സോ ഇതുകൊണ്ടാണ് ഈ ഡിസിപ്ലിൻ ഓഫ് എക്സിറ്റ് ലോഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ ദറ്റ് ഇസ് ഇക്വിറ്റി ഫണ്ട്സ് വിത്ത് മിനിമം 65% എക്സ്പോഷർ ഇൻ ഡൊമസ്റ്റിക് ഇക്വിറ്റീസ്, അതിനാണ് ഇക്വിറ്റി ടാക്സേഷൻ. അത് 12 മാസത്തിന് താഴെയാണെങ്കിൽ 20% ആണ്. 20% അതായത് അപ് ടു 12 months 20% ആണ്. 12 months കഴിഞ്ഞാൽ 12.5% ഉള്ളൂ ടാക്സേഷൻ. ആൻഡ് ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. 12 months കഴിഞ്ഞിട്ടുള്ളതിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് പറയുന്നത്. ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അപ് ടു 1.25 lakhs ടാക്സ് ഫ്രീ ആണ്. 1.25 lakhs കവിഞ്ഞിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് മാത്രമേ 12% ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. ഇത് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ കാര്യത്തിൽ. ഇതിന് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈബ്രിഡ് ഫണ്ട്സിലാണ്. ഇക്വിറ്റിയും ഡെറ്റും ഗ്ലോബൽ ഫണ്ട്സ്, ഗ്ലോബൽ ഇക്വിറ്റിയും ഗോൾഡും സിൽവറും ഒക്കെ ഉള്ളത്. സോ ഈ കാറ്റഗറിയിലോട്ട് വന്നാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി പർട്ടിക്കുലർലി നൗ ഇസ് മൾട്ടി അസെറ്റ് ഫണ്ട്സ്. മൾട്ടി അസെറ്റ് ഫണ്ട്സിൽ 2 വിധം ടാക്സേഷൻ ഉണ്ട്. അതായത് 65% മിനിമം ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ ഉണ്ടായിട്ടുള്ള മൾട്ടി അസെറ്റ് ഫണ്ട് ആണെങ്കിൽ അത് ഇക്വിറ്റി ടാക്സേഷന് ക്വാളിഫൈ ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വിറ്റി ഫണ്ട്സിൻ്റെ സെയിം ടാക്സേഷൻ. പക്ഷേ ഇക്വിറ്റിയുടെ എക്സ്പോഷർ, അതായത് കോർ ഇക്വിറ്റി എക്സ്പോഷർ 35% മുകളിലുണ്ട്, പക്ഷേ 65% താഴെ ആണെങ്കിൽ ഇതിൻ്റെ ടാക്സേഷന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ടാക്സേഷൻ അപ് ടു 24 months അവർ ടാക്സ് ലാബിലാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ടാക്സേഷൻ അവരുടെ പർട്ടിക്കുലർ ഇൻവെസ്റ്ററിൻ്റെ ടാക്സ് ലാബ് എന്താണോ, ഇൻകം ടാക്സ് ലാബിൽ ഏതിലാണോ അവർ വരുന്നത് അതിൻ്റെ ടാക്സ് അടയ്ക്കണം. 24 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനും 12% ടാക്സേ ഉള്ളൂ. സോ കൂടുതലും ഇതാണ്. ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിൽ എപ്പോഴും എടുത്താലും 4 വർഷമല്ല 5 വർഷം കഴിഞ്ഞ് എടുത്താലും എപ്പോഴായാലും അവരുടെ ഇൻകം ടാക്സ് സ്ലാബ് എന്താണോ അതനുസരിച്ചാണ് ടാക്സ്. അതുപോലെ മ്യൂച്വൽ ഫണ്ടും സിബിൽ സ്കോറും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട് കാണിച്ചുകൊണ്ട് ആളുകൾ ലോൺ എടുക്കാറുണ്ട്. ഇതെങ്ങനെയാണ് സിബിൽ സ്കോറിനെ ബാധിക്കുന്നത്? മ്യൂച്വൽ ഫണ്ടിന് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ സിബിലിൻ്റെ ശരിക്കും ആവശ്യം പോലും വരുന്നില്ല. കാരണം നോർമലി നമ്മൾ ഹോം ലോൺ ആണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും നിങ്ങളുടെ സിബിൽ സ്കോർ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ മാസം EMI അടയ്ക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ ഇൻകം സഫീഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ സിബിൽ സ്കോർ പ്ലേസ് എ റോൾ. മ്യൂച്വൽ ഫണ്ട് വെച്ച് ലോൺ എടുക്കുമ്പോൾ അതിന് ലാസ് എന്നാണ് പറയുന്നത്, ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ്. നോർമലി സ്മോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ട്സിലാണ്. ഹൈബ്രിഡ് ഫണ്ട് ആണെങ്കിൽ പോലും ആ ഫണ്ട് വാല്യൂവിൻ്റെ 50% വരെയേ ലോൺ കിട്ടത്തുള്ളൂ. ഇതിൽ മന്ത്ലി പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. മന്ത്ലി നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് മാത്രം സർവീസ് ചെയ്താൽ മതി. സോ നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കാത്തതുകൊണ്ട് നിങ്ങളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിക്ക് യാതൊരു റെലവൻസും വരുന്നില്ല ഇതിൽ. സോ സിബിൽ ഇൻ ടേംസ് ഓഫ് ടേക്കിംഗ് എ ലോൺ ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഫണ്ട് ഇസ് ഓൾസോ നോട്ട് റെലവൻറ്റ്. ആൻഡ് ഓൺലി തിങ് ഈസ് നിങ്ങൾ SIP ബൗൺസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചാർജസ് വരും, ബൗൺസ് ചാർജസ് വരും. ബട്ട് സിബിൽ ഡസൻറ്റ് കൺസിഡർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൗൺസ് ആസ് എ നെഗറ്റീവ് തിങ് ഫോർ ദി ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ദി പേഴ്സൺ ഓർ ദി സിബിൽ റേറ്റിംഗ് ഓഫ് ദി പേഴ്സൺ. ലോണിൻ്റെ ബൗൺസ് മാത്രമേ ആ ചട്ടക്കൂട്ടിനുള്ളിൽ വരുന്നുള്ളൂ നിങ്ങളുടെ ക്രെഡിറ്റ് അസസ്മെൻറ്റിന് വരുമ്പോൾ. സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബൗൺസ് നിങ്ങൾ കാശടയ്ക്കേണ്ടി വരും ബൗൺസിങ്ങിന്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇറ്റ് ഡസൻറ്റ് പ്ലേ എ റോൾ വെൻ ഇറ്റ് കംസ് ടു സിബിൽ. അതുപോലെ എനിക്കിപ്പോൾ ഒരു 40 വയസ്സാകുമ്പോൾ 1 കോടി രൂപ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 25 വയസ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിക്ഷേപം നടത്തേണ്ടത്? അതൊന്ന് കൃത്യമായി വിശദീകരിച്ചു തരാമോ? നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എത്ര വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 വയസ്സുള്ള ഒരാൾ 40 വയസ്സിൽ 1 കോടി. സോ 25ഉം 40ഉം വെരി സിമ്പിളാണ്. 15 years 15,000 rupees, 15% ഇൻട്രസ്റ്റ് 1 crore. സിമ്പിൾ കാൽക്കുലേഷൻ. പക്ഷേ ഈ 15% എന്ന് പറയുന്നത് കാൺ ബി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ 12%. 12ൻ്റെയും 15ൻ്റെയും ഇടയ്ക്ക് നിൽക്കും. അതാണ് പ്രാക്ടിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കുറച്ച് കടന്ന ചിന്തയായി പോകും. 15% എന്തായാലും ഉറപ്പാണ് 1 കോടി നമ്മുടെ കീശയിലിരിക്കുന്നുള്ളത് അത്ര ഒരു സേഫ് കാൽക്കുലേഷൻ അല്ല. മേ ബി യു ഹാവ് ടു ഡു എ 12% കാൽക്കുലേഷൻ. 12% കാൽക്കുലേഷൻ എന്ന് വരുമ്പോൾ ഇറ്റ് ഗോസ് ടു ഓൾമോസ്റ്റ് 20 years. സോ ദെൻ 1 crore ഇസ് സേഫ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ 15,000 പകരം ഓൾമോസ്റ്റ് 20,000 rupees അടുപ്പിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇൻ എ 15-year ടൈം 1 crore ഇസ് പോസിബിൾ.
ഈ 25 തുടങ്ങി 40 ആണ് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് യു ഹാവ് എ 15-year ടൈം ഫ്രെയിം ടു ഇൻവെസ്റ്റ്. ഈ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റർ ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 75% ഇൻ ഈക്വിറ്റി, 60 to 75% ഇൻ ഈക്വിറ്റി. അതിൽ ഗ്ലോബൽ ഈക്വിറ്റീസും വരും. ദെൻ ബാലൻസ് ഷുഡ് ബി ഇൻ ഡെറ്റ് ആൻഡ് പ്രഷ്യസ് മെറ്റൽസ്. ഈ കോമ്പോസിഷൻ വിൽ ഓൾമോസ്റ്റ് ടേക്ക് കെയർ ഓഫ് വൺലി ചേഞ്ചസ്. ആസ് ഞാൻ പറഞ്ഞതുപോലെ 20,000 rupees 15 years ഷുഡ് ഓൾമോസ്റ്റ് വർക്ക് ടു 1 crore. അല്ലെങ്കിൽ യു മേ ഹാവ് ടു എക്സ്റ്റെൻഡ് ഇറ്റ് ബൈ 5 years 15,000 ആണെങ്കിൽ. സോ മിക്സ് ചെയ്ത് തന്നെ ആയിരിക്കണം. 75% ഇക്വിറ്റി, ഇക്വിറ്റിയിൽ യു ഷുഡ് ഹാവ് ലാർജ് മിഡ് ആൻഡ് സ്മാൾ ക്യാപ്സ്. ദെൻ ഗ്ലോബൽ ഇക്വിറ്റിയും ഉണ്ടാവണം. ബാക്കി ഡെറ്റിലും പ്രഷ്യസ് മെറ്റൽസിലും. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഹോം ലോൺ ഉണ്ടെങ്കിൽ അത് ഹോം ലോൺ അടച്ച് തീർക്കണോ അതോ SIP തുടങ്ങണോ എന്ന്. ഏതാണ് ഉചിതമായിട്ടുള്ള തീരുമാനം? ഹോം ലോൺ ഈസ് എ ഡെറ്റ്. ഓക്കെ, രണ്ട് കാര്യം ഇത് ബാലൻസ് ചെയ്യണം. ഒന്നിനോട്ട് ബയാസ്ഡ് ആവാൻ പാടില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടാവണം. ഈ നമ്മൾ പറയുന്നത് ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ലോങ് ടേം നമ്മൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മളാരും ഗ്യാരണ്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല. ആർക്കും ഡേറ്റ് ഓഫ് എക്സ്പയറി അറിയില്ല. ഓക്കെ, ഇത് സത്യമായതുകൊണ്ട് യു ഹാവ് ടു ബാലൻസ്. യു കാൺ ടേക്ക് യുവർ EMI വെരി ലൈറ്റ്ലി. എനിക്ക് 1,00,000 രൂപയ്ക്ക് ആൾമോസ്റ്റ് 900 rupees അല്ലെങ്കിൽ 800 rupees ആണ് EMI എന്ന് വെച്ചാൽ അത് കറക്റ്റ് 800 മാത്രം അടയ്ക്കാതെ അത് പറ്റുമെങ്കിൽ ഒരു 1,500 വരെ അടയ്ക്കുവാണെങ്കിൽ രണ്ട് കാര്യമുണ്ട്. നിങ്ങൾ ഓരോ വർഷം അടയ്ക്കുന്ന EMIയിൽ ഇൻട്രസ്റ്റ് കോമ്പണൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ മൊത്തം ടെനറിൽ എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് നോക്കുവാണെങ്കിൽ ദ ലോങ്ങർ ദി ടെനർ ദ ഹയർ ഇസ് ദി ഇൻട്രസ്റ്റ് എമൗണ്ട് വിച്ച് യു പേ. അത് എന്തൊക്കെ നോക്കിയാലും അത് ബുദ്ധിയല്ല. രണ്ടിൻ്റെയും ബാലൻസ് ചെയ്യണം. സോ ഫസ്റ്റ് തിങ് ദാറ്റ് സംബഡി ഷുഡ് ഡു ഇസ് ആവുന്നതും ഹോം ലോൺ എടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 40 to 50% ഓഫ് ദി വാല്യൂ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ ഇത് വന്നിട്ട് എടുത്ത് ചാടി ഒരു എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഡൗൺ പേയ്മെൻറ്റിനുള്ള 10% അമൗണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേക്കും, ബാക്കി 90% ഞാൻ ലോൺ പോകും എന്നുള്ള ചിന്താഗതിയേക്കാളും നല്ലത് അതിൻ്റെ ഒരു 40-50%, കുറച്ച് സമയം എടുക്കുമായിരിക്കും, 40-50% ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി 50% ഹോം ലോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി പെട്ടെന്ന് തീർക്കാൻ പറ്റും. മേ ബി 10 to 8 years തന്നെ 8 to 10 years തന്നെ തീർക്കാൻ പറ്റും. ബാലൻസ് അമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകണം. ഒരു കാര്യമുണ്ട്, പർട്ടിക്കുലർലി ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴും ലോ ആണ്. ബിലോ 8% ഹോം ലോൺ കിട്ടും. ഇങ്ങനത്തെ സാഹചര്യം പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കുറച്ചൊരു മുൻതൂക്കം കൊടുക്കാം. കാരണം ഇക്വിറ്റി ഫണ്ട് റിട്ടേൺസ് ഇൻ എ ലോങ് ടൈം ക്യാൻ ബി ടേക്കൻ എസ് 12% ഓർ മോർ. ഇപ്പോൾ നിങ്ങളുടെ വെൻ യുവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ വെരി ലോ, വെൻ ഇറ്റ് ഈസ് അണ്ടർ 8%, ഒരു ചെറിയ മുൻതൂക്കം ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇതിനെ ഒരുപാട് അങ്ങ് തഴഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ മിനിമം മാത്രം ഞങ്ങൾക്ക് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൽ പോകുന്നുള്ളത് നിങ്ങളുടെ അമിത വിശ്വാസമാണ്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് അടുത്ത് 30 കൊല്ലം വരെ ആയുസുണ്ട്, നിങ്ങൾ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾ ഹോം ലോൺ അടച്ച് തീർക്കുമുള്ള അമിത വിശ്വാസം ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിൽ പാടില്ല. കാരണം നിങ്ങൾ കുറച്ചേ EMI അടയ്ക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി താമസിക്കാൻ പറ്റാതെ ആവും നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ ആകെ 2-3 വർഷത്തെ EMIയോ മൊത്തം ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 10-20% അടച്ചിട്ടുണ്ടാവത്തുള്ളൂ. ആൾമോസ്റ്റ് 70% 80% ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ആൻഡ് ബാക്കി നിങ്ങളുടെ സ്പൗസിന് അത് താങ്ങാൻ പറ്റുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ദേ മേ ഹാവ് ടു എക്സിറ്റ് ഫ്രം ദറ്റ് ഹൗസ്. ദറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് യു വുഡ് ഹാവ് എവർ വിഷ്ഡ്. സോ അത്യാവശ്യം ലോൺ കമ്മിറ്റ്മെൻറ്റ്സ് കുറവായിട്ടുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് കുറവായിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എ ഗുഡ് ചാൻസ്. ഓഫ് കോഴ്സ് ഹോം ലോണിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, എന്നാൽ പോലും ദാറ്റ് ഇസ് ഓൾസോ കമ്മിങ് അറ്റ് എ കോസ്റ്റ്. ഇൻഷുറൻസ് ഫോർ ഹോം ലോൺ ഓൾസോ കംസ് അറ്റ് എ കോസ്റ്റ്. സോ നിങ്ങൾ ഇത് രണ്ടിലും ബാലൻസ് ചെയ്ത് പോകണം. ഒരിക്കലും അമിത എക്സ്പോഷർ ഇത് രണ്ടിലും ഒന്നിനും കൊടുക്കും. യു ഹാവ് ടു ഡു എ ബാലൻസിങ് ആക്ട്. ET ടോക്സിൽ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രമുഖ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് കൃഷ്ണദാസ് സാറായിരുന്നു. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്തു.